ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷുദിന ആശംസകൾ. എൻ്റെ വിഷുദിനം ഇങ്ങനെയായിരുന്നു തുടക്കം. പിന്നീട് തിരക്കിട്ട് ഇതിവിടെ കൂട്ടുകറി ഉണ്ടാകുന്നു. സാമ്പാറിൻ്റെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് സാമ്പാറിന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ പറിച്ച കോട്ടപ്പയറാണ്. അതാണ് ഉപ്പേരി. ഇതൊക്കെ മീൻ പൊരിച്ച് വെച്ചു. സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പാറിലെ വെണ്ടക്കയും വഴുതിനങ്ങയും ഒക്കെ ഇവിടുന്ന് വിളവെടുത്തതാണ്. അങ്ങനെ കോട്ടപ്പയർ വറക്കുന്നു. ഇതൊക്കെ എന്തിനെന്ന് പറയണ്ടേ? എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കണം, ആരുമില്ല, ഞങ്ങളേ ഉള്ളൂ എങ്കിൽ പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന ചിന്തയിൽ ഇതൊക്കെ വറുത്ത് ആക്കി ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ എടുത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ എല്ലാം പാക്ക് ചെയ്തെടുത്തു. ഇനിയാണ് ബാക്കി ട്വിസ്റ്റ്. അപ്പോൾ ഇതാ കൈ കഴുകേണ്ട വെള്ളം, ചോറ്റുപാത്രത്തിൽ വറവുകളൊക്കെ, ചോറ്, സാമ്പാർ, പിന്നെ അച്ചാർ, തൈര്, കുടിക്കേണ്ട വെള്ളം ഒക്കെ കഴിഞ്ഞ് കഴിക്കേണ്ട സ്വീറ്റും വരെ എടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ യാത്രയായി. ആദ്യം പോയത് ഇരിട്ടിക്കടുത്ത് എടക്കാനും ഒരു റിവർ സൈഡ് വ്യൂ ഉണ്ടെന്ന് കേട്ടതനുസരിച്ച് അവിടെ അന്വേഷിച്ച് പോയി. നോക്കുമ്പോൾ നട്ടുച്ചയും വെയിലും, കൂടാതെ അവിടെ ആരുമില്ല. ഏതോ 2 ആൺകുട്ടികളും പെൺകുട്ടികളും ചില അവിടെ ഇവിടെ കണ്ടു. ശരി, എന്നാൽ നമുക്ക് തിരിച്ചു പോകാം, ഇത് നമുക്ക് പറ്റിയ ഇടമല്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടു കേട്ടോ. ഇത് പഴശ്ശി ഡാമിൻ്റെയും നേരത്തെ കണ്ട എടക്കാനം പുഴയുടെയും ഒക്കെ ഭാഗമാണ്. പക്ഷേ അവിടെ ആരുമില്ല. അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഒരു ആളും ഒന്നുമില്ലാത്ത സ്ഥലം. വേണ്ട, ശരി, അവിടെ നിന്ന് പഴശ്ശി ഡാമിലേക്കുള്ള ബോർഡ് കണ്ടു. എങ്കിൽ നമുക്ക് പഴശ്ശി ഡാമിലേക്ക് പോകാം. പഴശ്ശി ഡാമിലെത്തി. പഴശ്ശി ഡാമിൽ യാതൊരു മെയിൻ്റനൻസും ഇല്ലാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. എൻട്രൻസ് ഫീ എത്രയാണെന്ന് അറിയണ്ടേ? 40 രൂപ. 23 നിന്ന് പെട്ടെന്ന് ഉയർത്തിയതാണ് പോലെ അടുത്ത കാലത്ത് 40 രൂപ. ഇതെന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നറിയുന്നില്ല. ഇതൊക്കെ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്ന കുറേ കുട്ടികൾക്കുള്ള ഗെയിമുകളുണ്ട്, അതൊക്കെ അവിടെയുണ്ട്. അതും വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല, എങ്കിലും ധാരാളം ആളുകൾ വരുമെന്ന് പറഞ്ഞു അവിടെയുള്ളവർ. വൈകുന്നേരം 2000-ലധികം ആൾക്കാർ വരുന്ന സ്ഥലമാണ് പോലും. എങ്കിലും ഒന്നും മെയിൻ്റനൻസും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥലം. എല്ലാം തുടങ്ങാൻ മാത്രമേ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയൂ. പിന്നീടുള്ള മെയിൻ്റനൻസ് ഒന്നും നടക്കില്ല. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ കുട്ടികൾക്കുള്ളത്. പിന്നെ അവിടെ ഒരു പെറ്റ് സ്റ്റേഷൻ കണ്ടു. അതിനും ഏറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. നമ്മളൊക്കെ കുറേ മുന്നേ കണ്ടതല്ലേ. ശരി, വേണ്ട, അതും വേണ്ട എന്ന് വെച്ച് ആ ഭാഗ്യത്തിന് അവിടെ ചായയൊക്കെ കിട്ടുന്ന സ്ഥലം അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പൈസ വിട്ടേണ്ട എല്ലാ സംഗതികളുമുണ്ട്. അങ്ങനെ അവിടുന്ന് ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ച് താൽക്കാലിക വിശപ്പടക്കി ഞങ്ങൾ പുറത്തിറങ്ങി. അതിൻ്റെ പരിസരമൊക്കെ വീക്ഷിച്ചു. അപ്പോൾ അവിടെ ഒരു പിന്നെ മെയിൻ്റനൻസ് ഒന്നിൻ്റെതും കണ്ടില്ല. ഇതിങ്ങനെയൊക്കെ തുടങ്ങി വച്ചിട്ടുണ്ട്, പിന്നീടുള്ള ഒരു പരിപാലനവുമില്ല. പക്ഷേ ആളുകൾ ധാരാളമായി വരും എന്ന് പറഞ്ഞു. എന്നിട്ടും എന്താണ് ഇതൊക്കെ ഇങ്ങനെ വച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവാത്തത്. പിന്നെ ഒരു മിനി ഓപ്പൺ ഓഡിറ്റോറിയം, അതൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്ന് ആരും ഉപയോഗിക്കുന്നുമില്ല, അതിനുള്ള സജ്ജീകരണങ്ങളുമില്ല. അതാണ് അവസ്ഥ. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ബർത്ത്ഡേ പാർട്ടി ഹാള് കണ്ടപ്പോൾ അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിപ്പോൾ ഇരിട്ടി നഗരസഭയുടെ ഡംപിങ് സ്റ്റേഷനാണ്. 1 കോടി രൂപയിലധികം മുടക്കി അവിടെ അതാണിപ്പോൾ. ടോയ്ലറ്റ് കണ്ടു. ടോയ്ലറ്റ് വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ വാഷ് ബേസിനിലൊന്നും പൈപ്പിൽ വെള്ളവും പോലും ഇല്ല. ഇതാണ് അവസ്ഥ. 40 രൂപയാണ് വാങ്ങുന്നത്. എന്തിനാണ് ഇത് പിന്നെ ഉപയോഗിക്കുന്നത്? കലക്ടറാണ് പോലും ഇതിൻ്റെ ഭരണാധികാരി. ടോയ്ലറ്റുണ്ട്, അതിൻ്റെയും വാഷ് ബേസിനിലൊന്നും വെള്ളവുമില്ല. എന്തായാലും ഇത് നമുക്ക് പറ്റിയത് നമ്മൾ അന്വേഷിച്ച സ്ഥലവുമല്ല. ഇന്നത്തേക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല. നമ്മളങ്ങനെ വല്ലാത്ത ട്വിസ്റ്റായി പോയി തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് കഴിച്ചു.